നമസ്കാരം. വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. കാപ്പ നിയമം ലംഘിച്ച് നാട്ടിലെത്തിയ പ്രതിയെ തിരൂർ പോലീസ് പിടികൂടി. വാക്കാട് മാസ്റ്റർപടി സ്വദേശി പാറപ്പുറത്ത് ഷിഹാബിനെയാണ് പറവണയിൽ വെച്ച് തിരൂർ പോലീസ് പിടികൂടിയത്. മുൻ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവും തൃപ്രങ്ങോട് LC മെമ്പറുമായ CP റംലയും ഭർത്താവും CPM-ൽ നിന്നും രാജിവെച്ച് മുസ്ലിം ലീഗിൽ ചേർന്നു. ആലത്തിയൂർ ലീഗ് ഹൗസിൽ ചേർന്ന സ്വീകരണ യോഗം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് RK ഹമീദ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേഡിയത്തിന് ഫിഫയുടെ അംഗീകാരം ലഭിക്കാത്തതാണ് അർജന്റീന ടീം വരുന്നതിന് തടസ്സമെന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ. നവംബറിൽ തന്നെ ടീമിനെ കൊണ്ടുവരാൻ പരിശ്രമം തുടരുന്നുണ്ടെന്നും മെസ്സിയെ മാത്രം കൊണ്ടുവന്ന് റോഡ് ഷോ നടത്താനല്ല പരിശ്രമിക്കുന്നത്, സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാനാകും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. 50 കോടിയോളം രൂപ മുടക്കിയാണ് സ്പോൺസർ സ്റ്റേഡിയം നവീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഒരുക്കിയ ഭക്ഷ്യമേള ശ്രദ്ധേയമായി. പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികളാണ് വിദ്യാലയാങ്കണത്തിൽ ഏറെ വൈവിധ്യത്തോടെ ഭക്ഷ്യമേള ഒരുക്കിയത്. PM ശ്രീ പദ്ധതിയും ദേശീയ വിദ്യാഭ്യാസ നയവും നടപ്പിലാക്കാനുള്ള സംഘപരിവാർ താൽപ്പര്യങ്ങൾക്ക് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും മാപ്പർഹിക്കുന്നില്ലെന്ന് തിരൂർ നിയോജക മണ്ഡലം വെൽഫെയർ പാർട്ടി ഫ്രട്ടേണിറ്റി സംയുക്ത പ്രതിഷേധ സംഗമം അഭിപ്രായപ്പെട്ടു. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് മേളയിൽ സീനിയർ ബോയ്സ്, സീനിയർ ഗേൾസ് ഖോ മത്സരങ്ങളിൽ സ്വർണ്ണ മെഡൽ ജേതാക്കളായ മലപ്പുറം ജില്ലാ ടീമിന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ആലത്തിയൂർ ഹനുമാൻകാവിൽ ദ്രവ്യകലശത്തിന് ഭക്തജന തിരക്ക് ഏറുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 12 നമ്പൂതിരിമാർ പങ്കെടുത്തു. മഹലിനെ മാതൃക മഹലാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ തിരുനാവായ സൗത്ത് പല്ലാർ മഹൽ കമ്മിറ്റി അൽ മുസാഹമ എന്ന പേരിൽ പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സാമ്പത്തിക ഭദ്രതയോ മറ്റു വരുമാന മാർഗമോ ഇല്ലാത്ത കുടുംബനാഥകളായ വിധവകൾക്ക് മാസാന്ത്യ പെൻഷൻ നൽകുന്ന പദ്ധതിയാണിത്. സ്വയം പര്യാപ്തതയുടെ ചരിത്രം എഴുതിയ കാൽനൂറ്റാണ്ട് BSNL രജത ജൂബിലിയുടെ ഭാഗമായുള്ള ബൈക്ക് റാലി നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഫ്ലാഗ് ഓഫ് ചെയ്തു. വിവാദങ്ങൾക്കിടയിൽ മുത്തൂരിൽ ആരോഗ്യ കേന്ദ്രത്തിന് സ്വകാര്യ വ്യക്തി വാടകയ്ക്ക് നൽകുന്ന കെട്ടിടം ഉദ്ഘാടനത്തിനായി അണിഞ്ഞൊരുങ്ങുന്നു. 2 ദിവസത്തിനകം പ്രവർത്തനം ആരംഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് S ഗിരീഷ് പ്രഖ്യാപിച്ചിരുന്നു. തിരൂർ നഗരസഭയിൽ അഴിമതി ഭരണം എന്നാരോപിച്ച് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള ജനജാഗ്രതാ ജാഥയ്ക്ക് തുടക്കമായി. വിഷുപ്പാടത്ത് അജിത് കോളാടി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.